പെസഹ വ്യാഴത്തിൽ പുളിപ്പില്ലാത്ത അപ്പം വീടുകളിൽ തയ്യാറാക്കുന്ന പരമ്പരാഗത രീതിക്ക് മാറ്റം വന്നപ്പോൾ പെസഹ അപ്പത്തിനായി ബേക്കറികളിൽ തിരക്കേറി. കുരിശടയാളം പതിച്ച അപ്പത്തിന് ആവശ്യക്കാർ ഏറെയായിരുന്നുവെന്ന് വ്യാപാരികൾ പറഞ്ഞു. പെസഹ ദിനാചരണ ചടങ്ങുകളിൽ പ്രധാനമാണ് പെസഹ അപ്പം മുറിക്കുന്നത്. മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇപ്പോൾ വീടുകളിൽ പെസഹ അപ്പം പുഴുങ്ങുന്നവരുടെ എണ്ണവും കുറഞ്ഞു. ഇതോടെ റെഡിമെയ്ഡ് അപ്പങ്ങളുടെ പ്രസക്തി വർദ്ധിച്ചു വരികയാണ്. കുരിശപ്പത്തിന് പകരമായി ഉപയോഗിക്കുന്ന ബ്രെഡുകൾ മാത്രമല്ല, അപ്പം തന്നെ വിപണിയിൽ സജീവമാണ്. പെസഹ ദിനത്തിൽ അപ്പത്തിൻ്റെ വിൽപ്പന പൊടിപൊടിക്കുകയാണ്. മുൻ വർഷങ്ങളിൽ റെഡിമെയ്ഡ് പെസഹ അപ്പത്തിന് ചുരുങ്ങിയ ആളുകളായിരുന്നു ആവശ്യക്കാരെങ്കിൽ ഇപ്പോൾ ആയിരക്കണക്കിന് ആളുകളാണ് റെഡിമെയ്ഡ് അപ്പത്തെ ആശ്രയിക്കുന്നതെന്ന് ബേക്കറി ഉടമകൾ പറയുന്നു. കുരിശ് വെച്ച കുരിശപ്പം, ഇലക്കകത്തുള്ള ഇൻട്രിയപ്പം, വട്ടയപ്പം, അതുകൂടാതെ കുരിശ് റൊട്ടിയാണ് ഞങ്ങൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പല വീടുകളിലും തിരക്കും, മക്കളാരും നാട്ടിലില്ലാത്തതുകൊണ്ട് വിദേശത്തായിരിക്കുന്നതുകൊണ്ടായിരിക്കാം ഞങ്ങൾക്ക് അത്യാവശ്യം ഓർഡറുകൾ ലഭിച്ചിട്ടുണ്ട്. ആൾക്കാരുടെ ഓർഡർ അനുസരിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇന്നത്തെ രീതി രാവിലെ ചെറിയ രീതിയിലാണ് ബിസിനസ് തുടങ്ങിയെങ്കിലും പല ഓർഡറുകളെല്ലാം ലഭിക്കുന്നുണ്ട്. കുരുത്തോല വെച്ച കുരിശപ്പമാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുരിശ് റൊട്ടിക്ക് ഇത്ര റേറ്റ് 400 ഗ്രാമിന് ഞങ്ങൾ 50 രൂപയും മേടിക്കുന്നത്. അതുകൂടാതെ ഇൻട്രിയപ്പത്തിന് 50 രൂപയും കുരിശപ്പം 90 രൂപയും വട്ടയപ്പത്തിന് 50 രൂപയാണ് ഈ വർഷത്തെ റേറ്റ്. വാട്ടിയെടുത്ത വാഴയിലയിൽ തയ്യാറാക്കുന്ന പെസഹ അപ്പത്തിന് ആവശ്യക്കാരും അധികമാണ്. പ്രധാന ബേക്കറികളിലെല്ലാം പെസഹ അപ്പം ലഭ്യമായിരുന്നു. ഇൻട്രിയപ്പം 50 രൂപ, കുരിശപ്പം 400 ഗ്രാമിന് 50 രൂപ, വട്ടയപ്പം 50 രൂപ എന്നിങ്ങനെയായിരുന്നു വില. വീടുകളിലെ തിരക്കടക്കം പല കാരണങ്ങളും മൂലമാണ് റെഡിമെയ്ഡ് അപ്പത്തിനെ കൂടുതൽ ആളുകളും ആശ്രയിക്കുന്നത്. അനിൽ കുർച്ചിത്താനം, സ്റ്റാർ വിഷൻ ന്യൂസ്, പാലാ.